കണ്ട പെണ്ണുങ്ങളുടെയൊക്കെ പേരില് എന്തുവാ കഥയുണ്ടാക്കാണെങ്കിൽ രാവിലെ ഇറങ്ങുവൻ. രാവിലെ ഇറങ്ങി കണ്ടൊരു തെണ്ടിയെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഒരു തെണ്ടിയെ. രാവിലെ ഇറങ്ങും. പണ്ടും ഇതുപോലായിരുന്നു 2020 രാവിലെ ഒരു മോനെയും കൊണ്ടൊക്കെ ഇറങ്ങുമായിരുന്നു. ജിമ്മിന് പോവാ, നടക്കാൻ പോവാ, മറ്റേല് പോവാന്ന് പറഞ്ഞ് ഇറങ്ങി രാവിലെ. രാവിലെ തെണ്ടിയെ കൊണ്ടൊക്കെ ഇറങ്ങി. ഒരു തെണ്ടിയെ, 2 തെണ്ടികളും ഇറങ്ങി. 2 തെണ്ടികള് കണ്ട പെണ്ണുങ്ങളെയൊക്കെ പേര് കവരുണ്ടാക്കാൻ 2 തെണ്ടികളൊക്കെ ഇറങ്ങി രാവിലെ. രാവിലെ ഇറങ്ങി 2 തെണ്ടികളെങ്ങാണ്ട്. 2 കന്യാ തെണ്ടികൾ രാവിലെ ഇറങ്ങി. നടപ്പന്ന് തുടങ്ങി. വയ്യാന്ന് പറഞ്ഞ് നടക്കാ, വയ്യാന്ന് പറഞ്ഞ് വയ്യാന്ന് കിടക്കെടുക്കണം ഫുള്ള് വയ്യാന്ന് പറഞ്ഞു. രാവിലെ ഇറങ്ങും. കണ്ട പെണ്ണുങ്ങളെയൊക്കെ പേര് കവരുണ്ടാക്കാൻ 2 കന്യാമാര് രാവിലെ ഇറങ്ങും. എന്നിട്ട് കെട്ട കഴിയാൻ എന്നിട്ട് തെണ്ടിക്കഴിയന്മാർ രാവിലെ ഇറങ്ങി. എന്നിട്ട് കെട്ട എഴുതും. എന്നിട്ട് തെണ്ടിക്കഴിയാൻ രാവിലെ ഇറങ്ങി. ഇവിടെ മോനെ കൊണ്ട് ഇറങ്ങുക. കണ്ട പെണ്ണുങ്ങളെയൊക്കെ പേര് കവരുണ്ടാക്കാൻ രാവിലെ ഇറങ്ങുവാണ്. തെണ്ടിക്കഴിയാൻ രാവിലെ ഇറങ്ങി. തെണ്ടിക്കഴിയാൻ രാവിലെ ഇറങ്ങി.
വഴിയാന്ന് പറഞ്ഞ് കണിയാമാർ രാവിലെ ഇറങ്ങും. ഇങ്ങോട്ട് വരുന്നതാണ് ആ കഥ. കഥയുണ്ടാക്കാനേ ഇറങ്ങി രാവിലെ കണിയാൻ. എന്റെ കണിയാമാരെന്ന് പറഞ്ഞ് കിടക്കുക. എന്റെ കണിയാൻ ഒരാളെ കൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു കണിയാൻ. അതിന് സ്വത്ത് പിടിച്ച് കളിക്കണം. അതിന് കണ്ടവന്റെയൊക്കെ സ്വത്ത് സഹനയെ പഠിക്കാതെ സ്വത്ത് പിടിച്ച് കളിക്കാൻ നടക്കുക കുറെ ആൾമാരും അമ്മമാരും. എന്നെ ഒന്ന് വക വരുത്തണം. ബിജുപിയെ കൊണ്ടായിരുന്നു ആദ്യമേ. ബിജുപി സ്വർണവും കാറും എല്ലാം നശിപ്പിച്ചവൻ. ഇനി വസ്തു പറയും പിടിച്ചു വലിക്കാനായിട്ട് ആരാധനയെ ഒപ്പിക്കുക. കണിയാന്റെ മോനെയും കുറെ അമ്മമാരെല്ലാം ഇങ്ങനെ ഒപ്പിക്കുക. കണിയാന്റെ മോനെ എന്റെ വസ്തു പറയും പിടിച്ചു വലിക്കാൻ. സ്വർണ്ണമെല്ലാം പിടിച്ചു വലിച്ചെടുത്ത്. സ്വർണ്ണമെല്ലാം പിടിച്ചു വലിച്ചെടുത്ത് ഇനി വസ്തു പറയും പിടിച്ചു വലിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഓരോരുത്തരെ ഒപ്പിക്കുക. സ്വർണ്ണമെല്ലാം പിടിച്ചു വലിച്ചെടുത്തിട്ടുണ്ടത്. രാജമ്മയോട് അവിടെ ഭർത്താവിന്റെ ബന്ധുവിന്റെ വീടിന്റെ അയൽക്കാരനായിരുന്നു ഇങ്ങനെ. അങ്ങനെ ഇങ്ങനെ തലയിലാക്കുന്നത്. രാജമ്മയുടെ ഭർത്താവിന്റെ ബന്ധുവിന്റെ പെങ്ങളുടെ മോന്റെ സംബന്ധക്കാരനെ ഇതിന്റെ അയൽക്കാരൻ. അങ്ങനെ ഇതിനെ എന്റെ തലയിലാക്കുന്നത്. അങ്ങനെ രാജമ്മയെ പരീക്ഷക്കാരനെ വന്ന് ചോദിക്കുമായിരുന്നു ഒരു വർഷം കഴിഞ്ഞതിന് മുമ്പ്. ജനാർദ്ദനച്ചാണ് പാടി വെച്ചപ്പോ അയ്യോ ബന്ധമൊഴിഞ്ഞില്ലയോ എന്ന് ചോദിച്ചോണ്ട് നടക്കുക. ബന്ധമൊഴിഞ്ഞില്ലയോ കുറെ ഉണ്ട്. നെടുമ്പുറത്തെ സുരേഷ് അവന്റെ ഒറ്റ ആൺമോനായിരുന്നു. അയാൾക്ക് വീട് കൊടുത്താൽ അവനെ അവിടെ ഓടിച്ചിങ്ങനെ. വെളുമാറ രീതികളാവല്ല. വെളുമാറ രീതിയാ. അതുപോലെ എന്റെ അച്ഛന്റെ സ്വത്ത് എനിക്ക് കിട്ടണം. അത് ഇവിടെ മറ്റവർക്ക് പിടിച്ചു കളിക്കണം. അവരിങ്ങനെ നടക്കുക. നെടുമ്പോളം സുരേഷ് അങ്ങനെ 3-4 പെങ്ങന്മാർക്ക് ഒരാളായിരുന്നു. എന്നിട്ട് പോലെ ഒരു വീട് കൊടുത്തില്ല. അവനെ ഓടിച്ചവിടുന്നത്. അതിനാണ്ട് ഇതെല്ലാം വിളുമാറുടെ ഡ്രാമകൾ. അതുപോലെ എന്റെ പിടിച്ചു വലിക്കാൻ നടക്കുക. ഇതായപ്പോഴും കുറെ കൂട്ടകളും എല്ലാം കൂടെ